നമ്മളിന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്കിത് കാർഡ് പോലെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വാൾ ഡെക്കർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇഷ്ടമുള്ള സൈസ് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ആ കാർഡ്ബോർഡിനേക്കാളും കുറച്ചും കൂടി നീളം വീതിയും കൂടിയ വൈറ്റ് കളർ ചാർട്ട് പേപ്പർ നമ്മൾ എടുക്കണം. എന്നിട്ട് ഈ ചാർട്ട് പേപ്പറിൻ്റെ മേലെ നമ്മുടെ കാർഡ്ബോർഡ് വെച്ച് കൊടുക്കുക. ഇനി ഇത് മടക്കി ഒട്ടിക്കണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ 4 കോർണറിലും ഇതിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വരച്ച് അത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 4 കോർണറിൽ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മളിതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക. അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. ഈ ഒരു സൈഡിലാണ് നമ്മളിതിൽ വർക്ക് ചെയ്യാനായിട്ട് പോണത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പല കളേഴ്സിലുള്ള പേപ്പറാണ്. ക്രാഫ്റ്റ് പേപ്പർ നമുക്ക് യൂസ് ചെയ്യാം. ഈ പേപ്പറിൽ ഞാൻ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. വളയോ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് വരച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഈ പേപ്പർ ഒന്ന് മടക്കുകയാണ് കേട്ടോ. ഒരു 3 ലെയർ വരത്തക്ക വിധത്തിൽ മടക്കിയെടുക്കുകയാണ്. ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ 3 എണ്ണം ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിലൊന്ന് മടക്കിയെടുക്കുന്നത്. അത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. പല കളേഴ്സിലുള്ള പേപ്പറിൽ നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിതിൽ വരയ്ക്കണ പോലെ നിങ്ങൾ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ വരച്ച് കട്ട് ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. ആ ഒരു ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വരച്ചതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ കൊതുക് തിരിയില്ലേ, ആ ഒരു ഷേപ്പാണ് എനിക്കിതിൽ തോന്നണത്. ഇനി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു സൈഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറച്ച് എക്സ്ട്രാ പോർഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ വരച്ചതിൽ കൂടെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിതിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്ത് നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരണം. ഈ ഒരു പേപ്പർ മുഴുവനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ അറ്റം വരെ ചുരുട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കൈ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരിക്കലും തിരിച്ച് പഴയ രൂപത്തിലേക്ക് പോയില്ല. ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. ഈ രീതിയിൽ പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ചരടാണ്. കോട്ടൻ്റെ ഒരു വൈറ്റ് കളറുള്ള ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വുളൻ ത്രെഡോ അല്ലെങ്കിൽ പല കളറിലുള്ള ഏത് ത്രെഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഒരു സൈഡിലാക്കി നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എക്സ്ട്രാ എന്തെങ്കിലും നിൽക്കണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇനി ഇതിൽ ഞാൻ ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. വരച്ചതിൽ കൂടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോരോ ഫ്ലവേഴ്സായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് നമ്മൾ ഉള്ളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഒന്നും കാണാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ താഴെയായിട്ട് നമുക്കിഷ്ടമുള്ള കാര്യം എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാൻ പറയുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഞാനിപ്പോൾ പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക്